ഹായ് ആൾ. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. നമ്മൾ മറ്റൊന്നും കൊണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നതിന്. നമ്മുടെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഷോപ്പിലായിരുന്നു ഫോണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റാതിരുന്നേന്ന്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ, ഇനി അപ്ലോഡ് ചെയ്യൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞു കാരണം കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നേന്ന്. അതല്ലാതെ നമ്മൾ വീഡിയോ സ്റ്റോപ്പാക്കി പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മളൊരു കുഞ്ഞ് ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ആക്സസറീസിൻ്റെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലിറിയ ജ്വൽസ് എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര്. നമ്മൾ ഇൻസ്റ്റ ത്രൂ ഓൺലൈൻ ത്രൂ ആണ് നമ്മൾ ബിസിനസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നമ്മുടെ പേജിൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. നല്ല അടിപൊളി കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ആ ഒരു പേജിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കൊറിയൻ ടച്ച് വന്നിട്ടുള്ള ജ്വല്ലേഴ്സ് ആക്കാരം നമ്മൾ ആ ഒരു പേജിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു എംബ്രോയിഡറി സ്റ്റിച്ചുമായിട്ടാണ്. നമ്മൾ കോമൺ ആയിട്ടും അധികം എല്ലാ എംബ്രോയിഡറീസിലും കാണുന്ന വുവൺ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. കൂടുതൽ പേർക്കും അറിയായിരിക്കും, കാരണം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു വുവൺ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതലായിട്ട് നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. എപ്പോഴും എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ക്ലോത്ത്, നമ്മുടെ എംബ്രോയിഡറി ഹൂപ്പ്, ത്രെഡ്, നീഡിൽ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വുവൺ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാറ്റേൺ, ഒരു 5 ലൈൻസ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓക്കെ, നമ്മൾ വുവൺ റോസ് ആണെന്ന് ചെയ്യുന്നത്. ഞാനിവിടെ സ്പൈഡർ വെബും എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മളിന്ന് സ്പൈഡർ വെബ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർ വെബ് ഞാൻ ഫസ്റ്റ് സ്പൈഡർ വെബ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ സ്പൈഡർ വെബ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വുവൺ റോസ് ചെയ്യാം. വുവൺ റോസ് നമ്മളൊന്ന് ക്ലിയറായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ കുറച്ചൊക്കെ ഈസി ആയിരിക്കും. ഈസിയാണ് കേട്ടോ, സ്പൈഡർ വെബ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വുവൺ റോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വുവൺ റോസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ്, ഇതുപോലെ 5 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആയിട്ടുള്ള ലൈൻസ് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സെൻറ്റർ പോയിന്റിലൂടെ ഇതുപോലെ ത്രെഡ് പുറത്തെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഇതുപോലെ ത്രെഡ് താഴത്തോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള പോയിന്റിലൂടെ ഇതുപോലെ പുറത്തോട്ടെടുക്കുക. എന്നിട്ട് നമ്മുടെ സെൻറ്റർ പോയിന്റിലൂടെ ത്രെഡ് ഇതുപോലെ താഴത്തോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഏതെങ്കിലും പോയിന്റിലൂടെ ഇതുപോലെ തന്നെ പുറത്തോട്ടെടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും സെൻറ്റർ പോയിന്റിലൂടെ ത്രെഡ് താഴത്തോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് പോയിന്റിലൂടെ ഇതുപോലെ ത്രെഡ് പുറത്തെടുക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ ത്രെഡ് താഴത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സെൻറ്റർ പോയിന്റിലൂടെ. പിന്നെ നമുക്ക് ഈ ഒരു ലൈനും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ടോട്ടൽ 5 ലൈൻസ് നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്ത ആ ഒരു 5 ലൈൻസ് നമ്മൾ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിതുപോലെ ത്രെഡാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ടോട്ടൽ 5 ലൈൻസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പോയിൻറ്റിൻ്റെ തൊട്ടിപ്പുറത്തുനിന്നും നമുക്ക് ഇതുപോലെ നീഡിലൊന്ന് പുറത്തോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ഫസ്റ്റ് ലൈനിൻ്റെ മുകളിലൂടെ സെക്കൻഡ് ലൈനിൻ്റെ താഴെ കൂടെ ആയിട്ട് ഇതുപോലെ ഒന്ന് നീഡിലെടുക്കാം. പിന്നെ നെക്സ്റ്റ് ലൈനിൻ്റെ മുകളിലൂടെ, നെക്സ്റ്റ് ലൈനിൻ്റെ താഴത്തൂടെ, അങ്ങനെ നമ്മൾ ഓരോ ലൈനിൻ്റെയും മുകളിലൂടെയും താഴത്തൂടെ ഇതുപോലെ ത്രെഡ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ചുറ്റിയെടുക്കുക. ഓക്കെ, ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് വുവൺ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും വുവൺ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. കാരണം നമുക്ക് എംബ്രോയ്ഡറി സ്റ്റിച്ചസിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു വുവൺ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നിൻ്റെ താഴത്തൂടെയും മേലത്തൂടെയും ഇതുപോലെ ഒന്ന് ത്രെഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ വുവൺ റോസ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരക്കുന്ന ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ, ഇത് ഈക്വലായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെയാണ് ഈ ഒരു പ്രോസസ്സ്, അതായത് നമ്മുടെ ഈ മുകളിലൂടെയും താഴത്തോടെയും ഈ ത്രെഡ് ഇങ്ങനെ എടുക്കുന്നുണ്ടല്ലോ, ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ലൈന് ഇത്രയും ചെറുതും ഈ ഒരു ലൈന് വലുതും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ലൈൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നിർത്തേണ്ടി വരും. അപ്പോഴും നമ്മുടെ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആവാതെ അവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ടുള്ള ലൈൻസ് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കിത് കാണുമ്പം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഈ ഒരു ഫ്ലവർ ചെറുതായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒന്ന് ചെയ്തതാണ്. പക്ഷേ അത് നമ്മുടെ അടുത്തുനിന്ന് എപ്പോഴും പറ്റുന്നത് പോലെ തന്നെ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഞാനിത് വലുതായിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡ്രസ്സിൽ ചെയ്യുമ്പം എപ്പോഴും ഇതുപോലെ കുഞ്ഞ് വുവൺ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാകുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എത്ര തട്ടി കൊടുത്തു കഴിഞ്ഞാലും അത്ര വലിയ കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഈ ഒരു വുവൺ റോസിന് വരുന്നില്ല. കാരണം ഇതൊരു ചെറിയ വുവൺ റോസാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വലിയ വുവൺ റോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് തൊടുമ്പോൾ തന്നെ അത് ഇളകി പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എപ്പോഴും ഈ ഒരു കുഞ്ഞു വുവൺ റോസ് ചെയ്തെടുക്കാവും നല്ലത്. ഒരിക്കലും വലിയ വുവൺ റോസസ് ചെയ്യരുത്. നമ്മൾ ചെറിയ വുവൺ റോസസ് വേണം ഡ്രസ്സിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വലിയ വുവൺ റോസ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നമ്മൾ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ നോട്ട് ചെയ്തെടുക്കാം. താഴത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം ഈ ഒരു വുവൺ റോസ് നമ്മൾ വലുതായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത്, ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വുവൺ റോസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് തൊട്ട് കഴിഞ്ഞാലും അധികം ഇളകി പോകുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രസ്സിൽ ചെയ്യുമ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലുത് ചെയ്യാണ്ടിരിക്കുക, ചെറുത് മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വുവൺ റോസ് അടിപൊളിയായിട്ട് ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും ഡ്രസ്സിൽ അപ്ലൈ ചെയ്യുമ്പം ചെറിയ വുവൺ റോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വലുതാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഉള്ള ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.